പാതിരാത്രിയിൽ അനുമോളുടെ പ്ലാച്ചീനെ എടുത്ത് മരത്തിൽ കെട്ടി തൂക്കുന്നുണ്ട് ആര്യൻ. ഇന്നാളും ഇതുപോലെ തന്നെ ആര്യൻ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ആര്യൻ കിടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ബിന്നിയും നൂബിനൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നൂബിനെയൊക്കെ ഒന്ന് കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആര്യൻ ആ ഒരു പ്ലാച്ചീനെ എടുത്തിട്ട് മരത്തിൽ തൂക്കി വെക്കുന്നത്. കഴിഞ്ഞ തവണ പ്ലാച്ചിയുടെ മേത്തൊരു നൂലൊക്കെ കെട്ടിയാണ് കെട്ടി തൂക്കിയിട്ടത്. പക്ഷേ ഇത്തവണ നൂലൊന്നും ഇല്ലായിരുന്നു. നേരെ ജസ്റ്റ് ആ ഒരു മരത്തിൽ ക്ലിപ്പ് ചെയ്തിങ്ങനെ വെക്കുകയാണ്. പക്ഷേ തൊട്ടപ്പുറത്തെ ബെഡിൽ കിടന്ന അനീഷ് ആ പ്ലാച്ചീനെ വന്ന് രക്ഷിക്കുന്നുണ്ട്. പണ്ടും ഇതുപോലെ തന്നെ അനീഷ് തന്നെയാണ് രക്ഷിച്ചത്. പ്ലാച്ചീനെ മരത്തിൽ നിന്ന് എടുത്തിട്ട് അനീഷ് അപ്പുറം വെച്ചിട്ട് പറയുകയാണ്, എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണം. അതായത് അനുമോളെങ്ങാനും ആ കെട്ടി തൂങ്ങി കിടക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നം എത്രമാത്രം വലുതാണെന്ന് അനീഷിന് അറിയാം. കാരണം പണ്ട് ഇതുപോലെ ഒരു വിഷയം ഉണ്ടാക്കിയതാണല്ലോ. പാതിരാത്രി 2 മണിയാണെങ്കിലും 3 മണിയാണെങ്കിലും അനുമോളുടെ ആവശ്യത്തിനായിട്ട് അവിടെ എല്ലാവരും ഉണർത്തുന്നതിന് ഒരു മടിയുമില്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അനീഷ് ആ ഒരു പ്ലാച്ചീനെ എടുത്ത് അവിടെ താഴോട്ട് വെക്കുന്നത്. പക്ഷേ അവിടെ വെച്ച സ്ഥലത്ത് നിന്നും നെവിൻ അത് റാഞ്ചിക്കൊണ്ട് പോകുന്നുണ്ട്. ആ പ്ലാച്ചീനെ എടുത്ത് ബിന്നിയുടെയും നൂബിൻ്റെയും കയ്യിൽ കൊണ്ട് കൊടുക്കുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ച് കിടക്കുവാണ്. അപ്പോൾ അവരുടെ കൈ കൊണ്ട് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് സമയത്ത് തന്നെ അനുമോൾ ആ വഴിക്ക് വരുന്നു. അവരുടെ കയ്യിൽ നിന്ന് ആ പ്ലാച്ചീനെ മേടിക്കുന്നുണ്ട്. തിരിച്ച് ബാക്ക് ടു പൊസിഷൻ എവിടെയാണോ ഇരുന്നത് അവിടെ തന്നെ അനുമോൾ കൊണ്ട് വെക്കുന്നുമുണ്ട്. അനുമോൾ എങ്ങാനും ആ മരത്തെ കെട്ടിത്തൂക്കിയും കിടക്കുന്ന എങ്ങാനും കണ്ടായിരുന്നെങ്കിൽ ആര്യന് ഉറക്കമില്ലാത്ത രാത്രികളായി മാറിയേനെ. എന്തായാലും അങ്ങനെ സംഭവിച്ചില്ല. ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് അക്ബറിൻ്റെ ഫാമിലിയും അതുപോലെ ആദില നൂറയുടെ വീട്ടിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്. ആദിലയുടെ നൂറയുടെയും വീട്ടിൽ നിന്നല്ല, ആദിലയുടെ ഫ്രണ്ട്സാണ് വരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അവരൊക്കെ ലൈവായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അതൊക്കെ കാണുന്നതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.